ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് ഓംപ്ലേറ്റ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളകും 6 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായി. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓംപ്ലേറ്റ് ആക്കി എടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. അടുത്തതായി റൈസ് വേവിപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി 2 കപ്പ് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ നേരിയ അരി. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. ഇനി ഇത് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒരു 1/4 വേവ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതായി ഇതിന് ഒരു ഗ്രേവി തയ്യാറാക്കണം. അതിനായി കടായി വെച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് അരിച്ച് തണിയാനായിട്ട് മാറ്റി വെക്കണം. അതിനായിട്ട് കുറച്ചായിട്ട് ഈ അരിപ്പയിലിട്ട് ഒന്ന് വെള്ളം ഊറ്റി തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സവാളയിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് റോസ്റ്റായി ഒരു കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേഗം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് മൂടി വെച്ച് വേവിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിലോ എരിവ് വേണമെങ്കിലോ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമ്മൾ ആദ്യം ഓംപ്ലേറ്റ് ചെയ്ത് വെച്ച മുട്ടയാണ്. ഇത് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ദമ്മിടണം. അതിനായി
ഈ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തണിയാനായിട്ട് മാറ്റി വെച്ച റൈസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച എഗ്ഗ് ഓംലേറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി റൈസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. റൈസ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഗ്രേവി ഇട്ട് കൊടുത്തു. അടുത്തതായി ഓംലേറ്റ് വെച്ച് കൊടുത്തു. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ബാലൻസ് വന്ന ഓംലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ച സവാളയും കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കളറാറ്റം വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമാക്കി വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല നമ്മുടെ ബിരിയാണി ഈ ഉള്ളിലുള്ള ഈ എഗ് ഓംലേറ്റും എല്ലാം മസാലയും ഒക്കെ ആയി നല്ല സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.